ഈ ഒരു മാധ്യമ പ്രവർത്തകനെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക നാമധാരി ആയതുകൊണ്ട് അതുകൊണ്ട് മാത്രം അദ്ദേഹം ഈരാറ്റുപേട്ടിലാണ് വരുന്നത്, തീവ്രവാദിയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി. മാത്രമല്ല ഇന്നും ഈ മലപ്പുറത്തിൻ്റെ പേര് പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ വെള്ളാപ്പള്ളി ആവർത്തിക്കുകയാണ്. ഇങ്ങനെ ഒരു സമുദായ നേതാവ്, പ്രത്യേകിച്ചും ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങൾ പിൻപറ്റുന്ന, കുമാരനാശാൻ ഇരുന്ന കസേരയിൽ ഇരിക്കുന്ന ഒരാൾ ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കുന്നത് ശരിയാണ്? അത്തരം പരാമർശങ്ങൾ കൊണ്ട് ഒരാൾ വലുതാകുമോ ചെറുതാകുമോ എന്ന് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. എല്ലാവർക്കും അത് മനസ്സിലാക്കാനുള്ള കെൽപ്പ് അദ്ദേഹത്തിനും ബന്ധപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നു, CPIക്കെതിരെ ഇത്രയും രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. സ്വാഭാവികം അങ്ങനെയുള്ള ഒരാൾ ഇപ്പോഴും എന്തിനാണ് ബഹുമാനപ്പെട്ട എന്ന രീതിയിൽ, അദ്ദേഹം പദവിയൊക്കെ അല്ലാത്ത രീതിയിൽ എന്തിനാണ് ഇപ്പോഴും അത്തരത്തിൽ അവർ പറഞ്ഞല്ലോ. ശ്രീനാരായണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മഹാപ്രസ്ഥാനമാണ്. ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ നവോത്ഥാന യാത്രയിൽ ഏറ്റവും തെളിച്ചമുള്ള പേരാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പൈതൃകത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാനിക്കുന്നുണ്ട്. അതെല്ലാം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനത്തെ ഞങ്ങൾ ബഹുമാനിക്കും. പക്ഷേ ആ പദവിയിൽ ഇരിക്കുന്നവർക്കെല്ലാം എപ്പോഴും ഓർമ്മ വേണം, SNDPയുടെ സെക്രട്ടറി സ്ഥാനം അവിടെ ആരിരുന്നാലും ഓർമ്മ വേണം. ആ കസേര ഒരുപാട് വലിയ വലിയ മനുഷ്യരുടെ കസേരയാണ്, കുമാരനാശാൻ മുതൽ. താങ്കൾ ആദ്യം ഒരു കാര്യം പറഞ്ഞു, ഈ തെറ്റായ മാർഗത്തിൽ പൈസ മേടിച്ചിട്ടുള്ളത് പറഞ്ഞു. പക്ഷെ വെള്ളാപ്പള്ളി പറയുന്നത് CPI പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയുന്നില്ല. പറയുമ്പോൾ എന്തോ തെറ്റായ മാർഗത്തിൽ തെറ്റായ മാർഗത്തിൽ പണം മേടിച്ചത് അദ്ദേഹം പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ പണം തിരിച്ചു കൊടുക്കും. തെറ്റായ വഴിക്ക് ഫണ്ട് പിരിച്ചു കാണും. തിരഞ്ഞെടുപ്പിനോ സമ്മേളനത്തിനോ ഫണ്ട് പിരിച്ചു കാണും. അദ്ദേഹം ഒരു വലിയ വ്യവസായിയാണ്. അതിൻ്റെ പേരിൽ ചിലപ്പോൾ ചെന്ന് കാണും, പണം പിരിച്ചു കാണും. അതല്ലാതെ തെറ്റായ വഴിക്ക് അവിഹിത മാർഗത്തിലൂടെ ഒരു ചില്ലിക്കാശ് പോലും CPI പിരിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു. ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം എന്നാണ് പറയുന്നത്. അത് കൂടി പറയട്ടെ, ധൈര്യമുണ്ടെങ്കിൽ. പറയുമ്പോൾ പറയാം.